Good morning, all of you. IoT സെമിനാറാണ്. അപ്പം IoT സെമിനാറിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് ഓഫ് IoT വിത്ത് റാസ്ബെറി പൈ. IoT ആൻഡ് റാസ്ബെറി പൈ ഇതിൻ്റെ രണ്ടിനെ പറ്റി നമുക്ക് അത്യാവശ്യം അറിയാം. അതായത് IoT നമ്മളിപ്പോൾ ഒരു പേപ്പറുണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റാസ്ബെറി പൈനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. കഴിഞ്ഞ സെമ്മിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ലാബിൽ നമ്മൾ റാസ്ബെറി പൈനെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടൊക്കെ എല്ലാവർക്കും സിമിലർ ആയിരിക്കും. ഒരു മിനി കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു കാർഡ് സൈസ്ഡ് ആയിട്ടുള്ള ഒരു മിനി കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. റാസ്ബെറി പൈനെ കൊണ്ട് തന്നെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ഒരു മിനി കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫംഗ്ഷൻ തന്നെ നമുക്ക് ഒരു ചെറിയൊരു കാർഡ് സൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു സംഭവത്തിൽ നമുക്ക് ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ലോ കോസ്റ്റ് ആണ്, അത് എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമാണ്. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ റാസ്ബെറി പൈ ആസ് ആൻ IoT ഡിവൈസ്. അതൊരു IoT ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ റാസ്ബെറി പൈനെ നമുക്ക് എങ്ങനെ അത് യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ അപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം റാസ്ബെറി പൈനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ വരുന്ന സെമിനാറിൽ പലരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അതുപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർസ്, അതിൻ്റെ ഇൻ്റർഫേസിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ IoT എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ, IoT എന്നുള്ളതിൽ നമ്മൾ എങ്ങനെ റാസ്ബെറി പൈനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് റാസ്ബെറി പൈനെ ആസ് എ IoT ഡിവൈസ് ആക്കി മാറ്റുന്നു, അതിനെക്കൊണ്ടുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം സ്ലൈഡിൽ കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പം ടോപ്പിക്കിലേക്ക് വരാം. ബിൽഡിംഗ് IoT വിത്ത് റാസ്ബെറി പൈ ഇൻ ആൻ IoT സിസ്റ്റം. അപ്പം ഇതാണ് ടോപ്പിക്ക്. അപ്പം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻലി റാസ്ബെറി പൈ ആൻഡ് IoT, റാസ്ബെറി പൈ ആസ് ആൻ IoT ഡിവൈസ്. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് സ്ലൈഡിലേക്ക് വരികയാണ്. വാട്ട് ഈസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്? എന്താണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്? അപ്പം നമുക്ക് സിമ്പിളായിട്ട് എന്ത് പറയാൻ പറ്റും? ടേക്കിംഗ് ഓൾ ദ തിങ്സ് ഇൻ ദ വേൾഡ് ആൻഡ് കണക്റ്റിംഗ് ഇറ്റ് ഇൻ ടു ദ ഇൻ്റർനെറ്റ്. സിംപ്ലി നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അതായത് എല്ലാ തിങ്സ്, ഈ വേൾഡിലുള്ള എല്ലാ തിങ്സിനെയും നമ്മൾ ഒരു നെറ്റ്വർക്കിലേക്ക്, ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്നതിനാണ് നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പം അതിന് ഒബ്ജക്റ്റ്, ആനിമൽസ്, അതുപോലെ തന്നെ പീപ്പിൾസ്, എന്തുമാവട്ടെ അതിനൊരു ഒരു യുണീക്കായിട്ടുള്ളൊരു ഐഡൻറ്റിഫയർ ഉണ്ടാവും. അതുകൊണ്ട് അതായത് അങ്ങനെയുള്ള എന്തിനേയും നമുക്ക് എങ്ങനെ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും നെറ്റ്വർക്കിലേക്ക്. ഒന്നല്ലെങ്കിൽ ഹ്യൂമൻ ടു ഹ്യൂമൻ, അതുപോലെ തന്നെ ഹ്യൂമൻ ടു കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഒരു IoT ഡിവൈസ് അതിൻ്റെ സറൗണ്ടിങ്ങിൽ സെൻസേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി കാര്യങ്ങൾ സെൻസ് ചെയ്തിട്ട് റീഡിങ്സ് എടുത്തിട്ട് നമുക്കൊരു ക്ലൗഡിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ്. ഓക്കെ, എന്തിനേയും നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ: വയർലെസ് ടെക്നോളജീസ്, മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ്, MEMS ആൻഡ് ഇൻ്റർനെറ്റ്. അപ്പം ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ മാത്രമാണ് നമുക്കിത് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പം അതായത് ഒരു ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അതിന് ഒരു IoTക്ക് ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പം ഒരു ഒരു IoT ഡിവൈസാണ് എക്സാമ്പിളിന്. അപ്പം ആ കാറ് നമ്മൾ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മളെ ലൊക്കേഷനും അതുപോലെ തന്നെ കാറിൻ്റെ സ്പീഡും സെൻസേഴ്സ് വെച്ചിട്ട് നമ്മൾ ഒരു സെർവറിൽ, ഒരു ക്ലൗഡിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പം അങ്ങനെ സ്റ്റോർ ചെയ്താൽ മാത്രം പോരാ, അതെന്താണ്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രം പോരാ, അത് അനലൈസ് ചെയ്തിട്ട് നമുക്ക് അതിനൊരു റെസ്പോൺസും കൂടി നമ്മൾ ഉണ്ടാവണം. അതായത് ഇനിയിപ്പോൾ നമ്മളെ ലൊക്കേഷൻ അതുപോലെ തന്നെ നമ്മളെ സ്പീഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ സ്പീഡാണ്. അപ്പം നമ്മളെ ഓവർ സ്പീഡാണെന്നുള്ളത് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ അത് അനലൈസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചൊരു റെസ്പോണ്ട് തരികയാണ്. അതായത് വണ്ടി ഓവർ സ്പീഡാണ്, ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മളെ ഫോണിലേക്കോ അല്ലെങ്കിൽ കാറിൻ്റെ ഒരു ഡിസ്പ്ലേയിലേക്കോ ഒരു അലേർട്ട് മെസ്സേജ് വരികയാണ്. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്
എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീൻ ഒരു IoT ഡിവൈസിന് ഒരു എക്സാമ്പിളാണ്. നമ്മളതൊരു IoT ഡിവൈസായിട്ട് കണക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിപ്പം ക്ലോത്ത് കാര്യങ്ങളൊക്കെ ഇട്ടിച്ച് പോയി അതിൽ വാഷ് ചെയ്യാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അലേർട്ട് തരും. മീൻസ് ആ ഒരു ക്ലൗഡിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യണു ഒരു സെൻസർ വെച്ചിട്ട്, അതായത് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നമ്മളെ ഫോണിലേക്ക് ഇൻ്റർനെറ്റ് വഴി ഒരു മെസ്സേജ് വരുന്നു കംപ്ലീറ്റഡ് ആയി. അപ്പോൾ നമുക്ക് നമ്മളെ ടൈം യൂട്ടിലൈസ് ചെയ്യാം, മീൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മീൻസ് അവിടെ വേസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല, അത് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ടൈം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് നമ്മൾ ക്ലോത്തൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് മീൻസ് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിൽ ഒരു ഡിവൈസ് നമ്മൾ വെക്കുകയെന്ന് വിചാരിച്ചോളൂ. മീൻസ് സോയിൽ മോയ്സ്ചർ അതുപോലെ തന്നെ അവിടുത്തെ ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട്, മീൻസ് സെൻസർ വെച്ചിട്ട് അനലൈസ് ചെയ്ത് ഡാറ്റാസ് നമ്മളെ ക്ലൗഡിലേക്ക് ഒരു സെർവറിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ നമ്മളവിടെ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ആ ഫീൽഡിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്ലോട്ടിൽ ഇല്ലാതെ തന്നെ നമ്മൾ അവിടുത്തെ സോയിൽ മോയ്സ്ചർ നമ്മൾ ലെവലിൽ നിന്നും കുറവാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീൻസ് പമ്പ് ചെയ്യാൻ പറ്റും. ഒരു ഡിവൈസ് വെച്ചിട്ട് തന്നെ നമുക്ക് മോട്ടർ ഓൺ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി പമ്പ് ചെയ്യാൻ പറ്റും. നമ്മളവിടെ ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻട്രാക്ഷൻ ഉണ്ടാവാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റ് സഹായത്തോടു കൂടി നമുക്ക് ഒരു പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട് മീൻസ് ആ ഒരു പമ്പ് സെറ്റിനെ ഓൺ ആക്കിയിട്ട്, മീൻസ് അവിടെ വാട്ടർ ലെവൽ കുറഞ്ഞിട്ടുണ്ട്, അതിനെക്കൊണ്ട് തന്നെ പമ്പ് സെറ്റ് ഓട്ടോമാറ്റിക്കലി ഓണായി വാട്ടർ പമ്പ് ചെയ്യാൻ തുടങ്ങുന്നു, ഹ്യൂമിഡിറ്റി മീൻസ് നോർമൽ ലെവലിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത ടോപ്പിക്ക് നമ്മളിതിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ആൻ IoT ഡിവൈസ്. നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞു, നമ്മളെ കാറ്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ, പിന്നെ അതുപോലെ തന്നെ ഡിവൈസസ് ആയിട്ട് നമുക്ക് കുറച്ച് മൊഡ്യൂൾസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം IoT ഡിവൈസസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. എന്താണ് ഈ തിങ്സ് എന്ന് പറയുകയാണെങ്കിൽ, എ തിങ് ഇൻ ആൻ ഇൻ്റർനെറ്റ് ഓഫ് തിങ് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം. ആ ഒബ്ജക്റ്റിന് യുണീക്കായിട്ടുള്ളൊരു ഐഡൻറ്റിഫയർ ഉണ്ടാവും. മീൻസ് ഒരു IP അഡ്രസ്സ് നമ്മൾ പറയാറില്ലേ, അതൊരു യുണീക്കാണ്. അതായത് ഒന്നിന് ഒരൊറ്റ IP അഡ്രസ്സേ ഉണ്ടാവുള്ളൂ. അങ്ങനെ യുണീക്കായിട്ടുള്ളൊരു ഐഡൻറ്റിഫയർ ഉണ്ടാവും. അതായത് ആ ഐഡൻറ്റിഫയർ മീൻസ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും റിസീവ് ചെയ്യാനും, മീൻസ് അതിൻ്റെ ഒരു ഹെൽപ്പോട് കൂടിയാണ് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റുള്ളൂ. അതായത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റ ആരാണ് അയച്ചത് എന്നുള്ളത് നമ്മൾ അറിയണം. അതുപോലെ തന്നെ നമുക്ക് എവിടേക്ക് റിസീവ് ചെയ്യേണ്ടത് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള സ്ഥലത്തേക്ക് തന്നെ നമുക്ക് ഡാറ്റാസ് അയച്ചു കൊടുക്കാനും റിസീവ് ചെയ്യാനും പറ്റണം. അപ്പം ആ തിങ് എന്ന് പറയുന്നത് കൊണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞു സ്മാർട്ട് ഫോൺസ്, സ്മാർട്ട് TV, കമ്പ്യൂട്ടേഴ്സ്, റെഫ്രിജറേറ്റേഴ്സ്, കാർ എക്സെട്ര. ഇതെല്ലാം ഇൻ്റർനെറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു IoT ഡിവൈസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു IoT ഡിവൈസിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സിൽ നിന്നും ആ സ്പെസിഫിക് ടൈമിൽ സെൻസ് ചെയ്തിട്ട് ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫോർമേഷൻസ് നമുക്ക് ഒരു ക്ലൗഡിലേക്കോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലേക്കോ സെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ റിസീവ് ചെയ്യാനും പറ്റും. ഇൻഫോർമേഷൻ സെൻഡഡ് ബൈ ദ കണക്റ്റഡ് സെൻസേഴ്സ്. അപ്പം സെൻസേഴ്സ് നമ്മളെ ഒരു IoT ഡിവൈസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻസേഴ്സ്, ആക്യുവേറ്റേഴ്സ് എക്സെട്ര. അതിൻ്റെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്, ആ സറൗണ്ടിങ്സിൽ നടക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ ആ സ്പെസിഫിക് ടാസ്കിനെ നമുക്ക് അതിൻ്റെ മീൻസ് അത് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റീഡിങ് എടുത്തിട്ട് നമുക്ക് ഇൻഫോർമേഷൻസ് ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് തന്നെയാണ് ഇവിടെ പറയണത്. IoT ഡിവൈസ് എക്സാമ്പിൾസ് നമ്മൾ ആദ്യം പറഞ്ഞ എ ഹോം ഓട്ടോമേഷൻ ഡിവൈസ് ദാറ്റ് allow റിമോട്ട്ലി മോണിറ്റർ ദ സ്റ്റാറ്റസ് ഓഫ് അപ്ലയൻസസ് ആൻഡ് കൺട്രോളിങ് ദ അപ്ലയൻസസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നേരത്തെ വാഷിംഗ് മെഷീൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ആ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഫോണിൽ തന്നെ ആ വാഷിംഗ് മെഷീൻ ഓഫ് ആക്കാനുള്ള സംവിധാനങ്ങൾ വരെ നമുക്ക് ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് IoT. അതുപോലെ തന്നെ നമുക്ക് കാറിൻ്റെ ലൊക്കേഷൻസ് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മെഷീൻസ് വിച്ച് സെൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്സ് ഓപ്പറേഷൻസ് ആൻഡ് ഹെൽത്ത് മോണിറ്ററിംഗ് ഡാറ്റ ടു സെർവർ. അതായത് നമ്മളിതൊക്കെ സെർവറിലേക്ക് ഒരു ക്ലൗഡിലേക്കാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ്
ഒരു വയർലെസ് എനേബിൾഡ് വെയറബിൾ ഡിവൈസ്, അതായത് നമ്മൾ ഹ്യൂമൻ ബോഡിയിൽ ഒരു ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക എന്ന് വിചാരിച്ചോളൂ. മീൻസ് ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്തിട്ട് അതായത് അതിനെ ആക്സസ് ചെയ്യാം. അതായത് നമ്മളിപ്പം അതായത് നമ്മളിപ്പോൾ ബ്ലഡ് പ്രഷർ ഓരോ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലും നമ്മളത് മോണിറ്റർ ചെയ്തിട്ട് ഒരു സെർവറിലേക്ക്, ഒരു ക്ലൗഡിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അതിലെന്തെങ്കിലും വേരിയേഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലേക്ക് അത് നേരിട്ട് തന്നെ ഒരു ഇൻ്റർനെറ്റ് വഴി നമുക്കതിനെ മീൻസ് അതൊരു ഡോക്ടർക്കോ അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡർക്കോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലെങ്കിൽ വേറെ നമ്മളെ ഫോണിലേക്ക് അതിൻ്റെ മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്ന മാതിരി നമുക്ക് സെറ്റ് ചെയ്താക്കാൻ പറ്റും. അതൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. IoT, any basic building block of an IoT device. ഒരു IoT ഡിവൈസിന് ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട്. അതിലിവിടെ നമ്മൾ മെൻഷൻ ചെയ്തത് നാലെണ്ണമായിട്ടുണ്ട്. 4 ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് സെൻസിങ്, അക്വിറ്റേഷൻ, കമ്മ്യൂണിക്കേഷൻ, അനാലിസിസ് ആൻഡ് പ്രോസസ്സിങ്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നടന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു IoT ഡിവൈസ് നമുക്കത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വേയിൽ അത് നമുക്കത് മീൻസ് വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. മീൻസ് അതിന് നമുക്കൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെൻസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ സെൻസേഴ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു IoT ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം. എന്താ വെച്ചാൽ നമുക്ക് റീഡിങ്സ് കാര്യങ്ങൾ, അതായത് ഒരു IoT ഡിവൈസിന് ചുറ്റുമുള്ള സറൗണ്ടിങ്സിന് ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചതാണെങ്കിൽ അങ്ങനെ എന്താണോ അതിൻ്റെ വർക്ക്, അല്ലെങ്കിൽ എന്താണോ മീൻസ് നമ്മൾ അതിൽ കൊടുക്കുന്ന ആ ഒരു വർക്ക്, ആ കാര്യങ്ങൾ സെൻസ് ചെയ്തിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് നമ്മളെ ക്ലൗഡിലേക്ക് ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ സെർവറിലേക്ക്, നെറ്റ്വർക്കിലേക്ക് ഇൻഫോർമേഷൻസ് സെൻഡ് ചെയ്യുന്നു. ഈ ഇൻഫോർമേഷൻസ് സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗേറ്റ് വേസ് ഉണ്ട്, IoT ഗേറ്റ് വേസ് ഉണ്ട്. IoT ഗേറ്റ് വേസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഇൻഫോർമേഷൻസ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു IoT gateway is a solution for enabling IoT communication, usually device to device communication or device to cloud communication. അപ്പോൾ നമുക്ക് IoT gateways എന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും വെച്ചാൽ, ഒരു ഗേറ്റ്വേ എന്ന് പറയുകയാണെങ്കിൽ അതായത് ഒരു ഡിവൈസ് ടു ഡിവൈസ്, അതിലൊരു IoT ഡിവൈസ് ടു ഡിവൈസ് ആവാം, അല്ലെങ്കിൽ IoT ഡിവൈസ് ടു ക്ലൗഡ് ആവാം. അത് നമ്മൾ ഇൻഫോർമേഷൻസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ഗേറ്റ് വേസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഓക്കെ, ഈ ഗേറ്റ് വേസിന് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ഏതൊക്കെ പറയാമെന്ന് വെച്ചാൽ IR, അതുപോലെ തന്നെ വൈഫൈ, RFID, അതുപോലെ തന്നെ ബ്ലൂടൂത്ത്, NFC എക്സെട്ര. അതൊക്കെ നമ്മൾ ഗേറ്റ് വേസിന് എക്സാമ്പിൾസ് ആണ്. അപ്പം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ സെൻസേഴ്സ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊരു IoT ഡിവൈസ് സെറ്റ് ചെയ്യുമ്പോൾ. പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോയിൻ്റാണ് എക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്വേറ്റേഴ്സ് ഉണ്ടാവും. അതായത് എക്വേറ്റേഴ്സിനെ പറ്റി നമ്മൾ പറയുമ്പം അതായത് മെക്കാനിസം ടു കൺവേർട്ടിങ് ഇലക്ട്രിക്കൽ എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് മെയിൻലി അതിൻ്റെ ഒരു ഫങ്ഷൻസ്. അതായത് കൺട്രോളിങ് എ മെക്കാനിസം ഓർ എ സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് എൻ്റർലി ആ സിസ്റ്റത്തിനെ നമുക്ക് ആ ഒരു ഇതിൽ വെച്ചിട്ട്, ആ ഒരു ഡിവൈസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു മെക്കാനിസത്തിനെ കൺട്രോൾ ചെയ്യുക, ആ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസും കാര്യങ്ങളാണ് ഈ എക്വേറ്റേഴ്സിനെ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് അതുപോലെ തന്നെ സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസ് ഉണ്ടാവും. ഈ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൽ നമ്മൾ മെയിൻലി നമ്മൾ പറയുന്നത് ഗേറ്റ് വേസ് ആണ്. ഗേറ്റ് വേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സാമ്പിൾസ് നേരത്തെ പറഞ്ഞതാണ്. ഈ IR, വൈഫൈ, RFID, ബ്ലൂടൂത്ത്, NFC, GSM ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഇൻ്റർനെറ്റ് നടത്തുന്നത് ഈ ക്ലൗഡിലേക്ക്. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ക്ലൗഡിലേക്ക്, ഒരു സെർവറിലേക്ക് നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്, ഈ ഡാറ്റാസ് ആൻഡ് ഇൻഫോർമേഷൻസ്.
പിന്നെ നാലാമത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ അനാലിസിസ് ആൻഡ് പ്രോസസ്സിങ്. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് പ്രോപ്പറായിട്ട് നമുക്ക് അതിൻ്റെ ഒരു വർക്കിംഗ് ഉണ്ടാവുള്ളൂ. അനാലിസിസ് ആൻഡ് പ്രോസസ്സിങ് എന്ന് പറയുകയാണെങ്കിൽ അനലൈസ് ചെയ്തിട്ട്, അതായത് ആ സെൻസ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട്, നമ്മളല്ല മീൻസ് ആ ക്ലൗഡിൽ ആ ഒരു ഇതിൽ അനലൈസ് ചെയ്തിട്ട് അതിന് കറക്റ്റായിട്ടുള്ള റെസ്പോൺസ് കൊടുക്കാൻ സാധിക്കണം, പ്രോസസ്സ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ അയക്കുന്ന ഡാറ്റാസ് മീൻസ് ഈ IoT ഡിവൈസ് സെൻസ് ചെയ്തിട്ട് ഗേറ്റ് വേസ് വഴി നമ്മൾ അയച്ചു കൊടുത്ത് ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസ് ഇൻഫോർമേഷൻസ് പ്രോസസ്സ് ചെയ്യണം. അതിനൊരു എക്സാമ്പിളാണ് നമ്മളിപ്പം ഒരു കാറിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു കാറിൽ സ്പീഡിൽ പോവുകയാണെന്ന് വിചാരിച്ചോ, ഓവർ സ്പീഡ് ആയിട്ടുണ്ട്. അപ്പം ആ സ്പീഡ് നമ്മൾ സെൻസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഗേറ്റ് വേ വഴി അല്ലെങ്കിൽ നമ്മളതിനെ നേരെ മീൻസ് ഒരു ക്ലൗഡിലേക്ക് സെർവറിലേക്ക് സെൻഡ് ചെയ്ത് ഇൻഫോർമേഷൻസ് അവിടെ എത്തി. പക്ഷെ അങ്ങനെ എത്തിയതുകൊണ്ട് മാത്രമേ കാര്യമില്ല. എന്താ വെച്ചാൽ അത് അനലൈസ് ചെയ്തിട്ട് ഓവർ സ്പീഡാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേറൊരു റെസ്പോൺസ് നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ അതിനെക്കൊണ്ടൊരു കാര്യമുള്ളൂ. അപ്പോൾ നമ്മളെ ഫോണിലേക്കോ അല്ലെങ്കിൽ മീൻസ് ആ കാറിലുള്ള ഡിസ്പ്ലേയിലേക്കോ ഓവർ സ്പീഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരു ബീപ്പ്, ഒരു അലേർട്ട് വരുന്നത് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, മീൻസ് അവിടെ കംപ്ലീറ്റ് ആവുന്നു. അല്ലാതെ ആ ഡിവൈസ് കംപ്ലീറ്റ് ആവുന്നില്ല. ഇനിയിപ്പോൾ വാഷിംഗ് മെഷീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒക്കെ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞു വർക്കൊക്കെ കംപ്ലീറ്റായി, മീൻസ് അതിൻ്റെ വർക്കിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോണിലേക്കൊരു മെസ്സേജ് വന്നു. അത് ഓട്ടോമാറ്റിക്കലി എന്താവണം, ആ വാഷിംഗ് മെഷീൻ സ്റ്റോപ്പ് ആവണം. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അലേർട്ട് വരുന്നു. അപ്പോൾ നമ്മളത് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മളത് ഓഫ് ആക്കണം. അങ്ങനെ ഒരു സിസ്റ്റം മീൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. എന്നാൽ മാത്രമേ ഒരു IoT ഡിവൈസ്, ഒരു IoT സിസ്റ്റം കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്ക് റാസ്ബെറി പൈ. ആ ഡിവൈസ് നമുക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു ഡിവൈസാണ്. നമ്മൾ കഴിഞ്ഞ സെമ്മിൽ റാസ്ബെറി പൈയെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റാസ്ബെറി പൈ വെച്ചിട്ട് കുറച്ച് പ്രോഗ്രാംസൊക്കെ ലാബ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും സിമിലർ ആയിട്ടുള്ളൊരു ഡിവൈസാണ് റാസ്ബെറി പൈ. അപ്പോൾ റാസ്ബെറി പൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു മിനി കമ്പ്യൂട്ടർ ആണ്. ലോ കോസ്റ്റ് മിനി കമ്പ്യൂട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് റാസ്ബെറി പൈ. അതൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ സൈസ് മാത്രമേ ആ ഡിവൈസിന് ഉണ്ടാവുള്ളൂ. നോർമലി ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫങ്ഷൻസും തന്നെ ഒരു റാസ്ബെറി പൈനെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പം ഒരു മിനി കമ്പ്യൂട്ടർ, ലോ കോസ്റ്റ് മിനി കമ്പ്യൂട്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാം ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നമ്മളിപ്പോൾ വാങ്ങണമെങ്കിൽ ഓൾമോസ്റ്റ് അത്യാവശ്യം വലിയൊരു എമൗണ്ട് ആവും. പക്ഷേ ഈ റാസ്ബെറി പൈക്ക് ഒരു ചീപ്പായിട്ടുള്ള എമൗണ്ട് മാത്രമേ ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെക്കൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട്. മീൻസ് നമുക്ക് പൈസ ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമുക്ക് ഒരു സിസ്റ്റം ആവശ്യമുണ്ട്, മീൻസ് ഒരു കമ്പ്യൂട്ടർ ആവശ്യമുണ്ട്. പക്ഷേ നമ്മളിവിടെ റാസ്ബെറി പൈ അതിനു വേണ്ടി ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൾക്കായിട്ടുള്ള ആ ഒരു സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റാസ്ബെറി പൈ നമുക്ക് പോർട്ടബിളാണ്, ഈസിയാണ് അത് യൂസ് ചെയ്യാൻ, ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നതിനെക്കാട്ടും. അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റീസാണ്. ഇത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡിവൈസാണ് റാസ്ബെറി പൈ. അതുപോലെ തന്നെ ബേസിക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഇത് ബേസിക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. അതായത് റാസ്ബെറിയൻ OS ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ് നമ്മളിതിൽ നമ്മളിത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത് പൈത്തണാണ്. പൈത്തണിലാണ് ഇത് നമ്മൾ മെയിൻലി പ്രോഗ്രാം ചെയ്യണത്. അപ്പം പൈത്തൺ ഓൾമോസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് കൂടുതലായിട്ട് എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യാനും അതുപോലെ തന്നെ മോഡിഫൈ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇതിനൊരു 40 പിന്നുള്ള ജനറൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് ഉണ്ട്. അതിലാണ് നമുക്ക് സെൻസേഴ്സ് ആക്യുവേറ്റേഴ്സൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട്സൊക്കെ എടുക്കുന്നതും അതുപോലെ തന്നെ പവർ, ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഈ പിൻസിലാണ് നമ്മൾ ആക്സസ് കൊടുക്കുന്നത്.
നമ്മൾ പറഞ്ഞു, അതായത് ഈ റാസ്ബെറിയൻ OS അതിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പൈത്തണാണ്. അപ്പം നോർമലി ഇതിനൊരു ഇൻബിൽഡ് ആയിട്ട് സ്റ്റോറേജ് സ്പേസ് ഇല്ല. നമ്മളൊരു SD കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനൊരു സ്റ്റോറേജ് കൊടുക്കേണ്ടത്. അതായത് നമുക്കൊരു SD കാർഡ് സ്ലോട്ട് ഉണ്ട്, അതിൽ നമ്മളൊരു SD കാർഡ് യൂസ് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ ഇതിൻ്റെ OS റാസ്ബെറിയൻ OS ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ ഈ സ്ലൈഡിൽ നമ്മൾ ഈ റാസ്ബെറി പൈൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു 40 പിന്നുള്ള ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഉണ്ട്. അതുപോലെ തന്നെ USB പോർട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇഥർനെറ്റ് സോക്കറ്റ്, അതുപോലെ തന്നെ 3.5 mm ജാക്ക് ഉണ്ട്, HDMI പോർട്ട്, പിന്നെ ഒരു മൈക്രോ USB പോർട്ട്, 5 വോൾട്ട് മൈക്രോ USB പോർട്ട്, ഡിസ്പ്ലേ കണക്ടർ, മൈക്രോ SD കാർഡ് സ്ലോട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരു റാസ്ബെറി പൈൻ്റെ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ ഒരു പിക്ചർ റാസ്ബെറി പൈ ഡിവൈസിൻ്റെ. നെക്സ്റ്റ് ടോപ്പിക്ക്, വൈ റാസ്ബെറി പൈ. എന്തുകൊണ്ടാണ് റാസ്ബെറി പൈ നമ്മൾ ചൂസ് ചെയ്യുന്നത്? അതായത് നമ്മളെ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു ബിൽഡിംഗ് ഓഫ് IoT യൂസിങ് റാസ്ബെറി പൈ. അപ്പം ഈ IoT ഡിവൈസായിട്ട് നമ്മൾ റാസ്ബെറി പൈനെ ചൂസ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് സവിശേഷതകളുണ്ടാവും, കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതിലേക്കാണ് നമ്മൾ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പം പോപ്പുലർലി ഒരു IoT പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റാസ്ബെറി പൈ ആണ്. കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ ലിനക്സ് സെർവർ, അതായത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് റാസ്ബെറിയൻ പൈ OS ഒക്കെയാണ്. അത് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ്. പൈത്തൺ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിലി പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻക്രെഡിബിൾ ലോ പ്രൈസാണ്. മീൻസ് വളരെ ചുരുങ്ങിയ ഒരു പൈസ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസിന്. നോർമലി അതുകൊണ്ട് തന്നെ കുറേ ഫങ്ഷൻസ് നമുക്ക് ഇത് വെച്ച് പെർഫോം ചെയ്യാൻ പറ്റും. ഒരു റാസ്ബെറി പൈയിൽ നമുക്ക് കീബോർഡ് ഇൻപുട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റാസ്ബെറി പൈക്ക് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പോർട്സ് നമുക്ക് മൊഡ്യൂൾസ്, വൈഫൈ മൊഡ്യൂൾസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള മൊഡ്യൂൾസൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. USB പോർട്സ് ഉണ്ട്, സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും, പല പോസിബിലിറ്റീസും റാസ്ബെറി പൈയിലുണ്ട്, അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ റാസ്ബെറി പൈ അതിൻ്റെ കമ്പനി തന്നെ സെവറൽ പ്രൊജക്ട്സ് അവരുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് അല്ലെങ്കിൽ ഈസിയറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രൊജക്റ്റൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. അവരുടെ ഐഡിയ, അതിനെ പറ്റിയുള്ള പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ അവർ തന്നെ പബ്ലിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുകയാണെങ്കിൽ നമുക്ക് ഈ റാസ്ബെറി പൈ TV, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മോണിറ്റർ, സ്റ്റാൻഡേർഡ് കീബോർഡ് ആൻഡ് മൗസ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതിലേക്കൊക്കെ പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ പൈത്തൺ പ്രോഗ്രാമിംഗ് ഒക്കെ അതുകൊണ്ട് തന്നെ ഏത് ഏജ് ഗ്രൂപ്പ്സിലുള്ള ആൾക്കാരെങ്കിലും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ റാസ്ബെറി പൈനെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ അതിൻ്റെ കുറേ വേർഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഓരോ വേർഷൻസിലും കുറേ മാറ്റങ്ങളുണ്ട്, ചേഞ്ചസൊക്കെ ഉണ്ട്. പോർട്സിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആ ഒരു പ്രൊജക്റ്റിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളതിനെ, ആ ഡിവൈസിനെ പ്രോഗ്രാം ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനും പറ്റുള്ളൂ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർഫേസിങ് ഹാർഡ്വെയർ വിത്ത് റാസ്ബെറി പൈ.
അതായത് നമ്മളിപ്പം ഇൻ്റർഫേസ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പം ഡിവൈസിൽ ഇൻപുട്ട് ഒരു LED ബ്ലിങ്കിങ് പ്രോഗ്രാം ആണെങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഇൻപുട്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഉണ്ട്. അതായത് 2 റോസിലായിട്ട് 20 പിൻസ്, ഓൾമോസ്റ്റ് 40 പിൻസ് ഉണ്ട്. ഇതിലാണ് നമ്മൾ ഇതിന് പവർ, അതുപോലെ തന്നെ പവർ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും, ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ എടുക്കാൻ പറ്റും, സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഓക്കെ, അതിനൊക്കെയുള്ള പോർട്സാണ് ഈ ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്. ഓൾമോസ്റ്റ് 40 പിൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഒരു 2 റോസ് ആയിട്ടാണ്, അതായത് ഒരു സൈഡിലായിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫിഗർ ഉണ്ട്, അത് ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നെക്സ്റ്റ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റാസ്ബെറി പൈൻ്റെ പോർട്സ് ആണ്. മീൻസ് ഈ റാസ്ബെറി പൈ അതിൽ 4 യൂണിവേഴ്സൽ സീരിയൽ ബസ് USB പോർട്സ് ഉണ്ട്. ഈ USB പോർട്സ് നമുക്ക് കീബോർഡ്, അതുപോലെ തന്നെ മൗസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, മീൻസ് അതുപോലെ തന്നെ നമ്മളെ വൈഫൈ മൊഡ്യൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ 4 യൂണിവേഴ്സൽ സീരിയൽ ബസ്സിൻ്റെ അടുത്തായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ഈതർനെറ്റ് പോർട്ട് അവൈലബിൾ ആണ്. ആ ഈതർനെറ്റ് പോർട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ റാസ്ബെറി പൈനെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ കേബിൾ വെച്ചിട്ട്, അതായത് RJ45 കണക്ടർ വെച്ചിട്ട് നമുക്ക് ഈ ഈതർനെറ്റ് പോർട്ടും അതുപോലെ തന്നെ കമ്പ്യൂട്ടറുമായിട്ട് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ അതിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ആ 4 USB പോർട്സും പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈതർനെറ്റ് പോർട്ടുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് റാസ്ബെറി പൈ 3.5mm AV ജാക്ക്. നമ്മളിതിൽ ഈ ഹെഡ്ഫോൺ ജാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും, വിശേഷിപ്പിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ബെറ്റർ എക്സ്പീരിയൻസ്, സൗണ്ട് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. This is also known as headphone jack and it can be used for the exact purpose, though you will get better sound connecting to amplified speakers rather than headphones. അതുപോലെ തന്നെ അതിന് വേറൊരു എക്സ്ട്രാ ഫീച്ചറും കൂടി ഉണ്ട്, well as audio. പക്ഷേ 3.5mm AV jack carries video signals which can be connected into TVs, projectors and other display support. ആ 3.5mm AV jack, അതായത് ഓഡിയോ വീഡിയോ ജാക്ക് എന്നാണ് പറയുന്നത്. ഓഡിയോ മാത്രമല്ല, നമുക്ക് വീഡിയോ സിഗ്നൽസും കൂടി നമുക്ക് TV, അതുപോലെ തന്നെ പ്രൊജക്ടേഴ്സ്, അതുപോലെ തന്നെ ഡിസ്പ്ലേസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് റാസ്ബെറി പൈ ക്യാമറ കണക്ടർ. അതായത് ഈ 3.5mm AV ജാക്കിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് ഫ്ലാപ്പ് ഉണ്ട്. ആ ഫ്ലാപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ക്യാമറ, അതായത് നമുക്ക് റാസ്ബെറി പൈക്ക് ബിൽറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ ഉണ്ട്. ആ ക്യാമറ മൊഡ്യൂൾ മീൻസ് റാസ്ബെറി പൈക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ക്യാമറ മൊഡ്യൂളാണ്. ആ ക്യാമറ മൊഡ്യൂൾ ആ ഒരു പ്ലാസ്റ്റിക് ഫ്ലാപ്പിലേക്ക് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ക്യാമറ റാസ്ബെറി പൈയിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അത് നമ്മൾ പറയുന്നത് അതിന് ക്യാമറ സീരിയൽ ഇൻ്റർഫേസ് CSI എന്നാണ് നമ്മളതിന് പറയുന്നത്. അതിൻ്റെ പിക്ചറാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതാണ് അതിൽ ഈ പിക്ചറിൽ കാണുന്ന ആ ഒരു കണക്ട് ചെയ്യുന്ന ആ ഒരു സംഭവം. അതുപോലെ തന്നെ റാസ്ബെറി പൈയിൽ നമ്മൾ അതിൻ്റെ റാസ്ബെറി പൈയിലുള്ള ക്യാമറ മൊഡ്യൂളുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് റാസ്ബെറി പൈയിലെ HDMI പോർട്ടാണ്. അതായത് നമുക്കറിയാം ഈ HDMI പോർട്ട് നോർമലി മൾട്ടിമീഡിയ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സലൻറ്റ് ക്വാളിറ്റി നമുക്കിതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇതിൽ റാസ്ബെറി പൈ അത് ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്ക് കമ്പ്യൂട്ടർ, മോണിറ്റർ, TV ഓർ പ്രൊജക്ടറിലേക്ക് ഈ HDMI പോർട്ട് വഴി ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പോസിബിലിറ്റിയും കൂടി ഇതിൽ ഉണ്ട്.
അതിൻ്റെ ഒരു പിക്ചറാണ് ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. HDMI പോർട്ട്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അതായത് റാസ്ബെറി പൈ ഡിസ്പ്ലേ കണക്ടർ, DSI, ഡിസ്പ്ലേ സീരിയൽ കണക്ടർ. അങ്ങനെ അതായത് റാസ്ബെറി പൈയിൽ നമുക്ക് ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടുണ്ട്. ആ പാർട്ടാണ് ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിസ്പ്ലേ, അതായത് റാസ്ബെറി പൈക്ക് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ മൊഡ്യൂൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിൽ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഔട്ട് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മൈക്രോ SD കാർഡ്. അതായത് നമ്മളിപ്പം റാസ്ബെറി പൈനെ പറ്റി പറയുമ്പം അതിന് ഒരു ഇൻറ്റേർണൽ സ്റ്റോറേജ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പം ഒരു നമ്മളെ OS പറഞ്ഞു, റാസ്ബെറി OS പറഞ്ഞു, അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും പ്രോഗ്രാം ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ ഈ ഒരു SD കാർഡ്, മൈക്രോ SD കാർഡിൻ്റെ ചിപ്പ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് എന്നിട്ട് അതിൽ വേണം അത് ഇൻസ്റ്റാൾ ചെയ്യാനും അതിൽ പ്രോഗ്രാം ചെയ്യാനും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മീൻസ് അതിൻ്റെ ഒരു ഹാർഡ്വെയർ ഇൻ്റർഫേസിങ് വിത്ത് ഹാർഡ്വെയർ ഭാഗമായിട്ട് നമ്മൾ പറയണത്. അപ്പോൾ ഇത്രയും കാര്യം കൊണ്ട് നമുക്ക് ഇൻ്റർഫേസിംഗ് ആണ് മീൻസ് ചെയ്യാൻ പറ്റും. കൂടുതലായിട്ടും വേറെ ഡിവൈസിനെക്കാട്ടും കൂടുതലായിട്ട് നമുക്ക് ഇതിൽ കുറേ കാര്യങ്ങളിൽ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, റാസ്ബെറി പൈ ഇതിൽ നമ്മൾ IoT ആപ്ലിക്കേഷനിലേക്ക് വരുമ്പം ഇതിൽ ഒരു ബ്ലൂടൂത്ത് എനേബിളിംഗ് ആയിട്ടുള്ള സംഭവമുണ്ട്. നമ്മൾ പറഞ്ഞു ഗേറ്റ് വേസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഗേറ്റ് വേസ് വഴിയാണ് നമ്മൾ IoTയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഗേറ്റ് വേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഒരു എക്സാമ്പിൾ ആയിരുന്നു അത് നമുക്ക് ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ GSM, അങ്ങനെയുള്ള കാര്യങ്ങൾ, വൈഫൈ. അപ്പം നമുക്ക് ഈ GSM മൊഡ്യൂള്, വൈഫൈ മൊഡ്യൂള്, അതിൻ്റെയൊക്കെ മൊഡ്യൂൾസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ USB പോർട്സ് വഴി കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഇൻബിൽഡായിട്ട് നമുക്കൊരു ബ്ലൂടൂത്തിൻ്റെ ഒരു സിസ്റ്റം കൂടി ഇതിൽ ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. മീൻസ് ഇൻ്റർനെറ്റിലേക്ക് ഇതിനെ നമ്മളെ റാസ്ബെറി പൈനെ ഡിവൈസിനെ കണക്ട് ചെയ്യാൻ പറ്റും. USB പോർട്സ് വെച്ചിട്ട് നമ്മളെ വൈഫൈയോ GSMോ മൊഡ്യൂൾസ് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ബ്ലൂടൂത്ത് അവൈലബിലിറ്റി ഉണ്ട്. ആ ബ്ലൂടൂത്ത് വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റാസ്ബെറി പൈയിൽ കൂടുതലായിട്ട് അതിൻ്റെ മീൻസ് സവിശേഷതകളായിട്ട് നമ്മൾ പറയണത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ പൈത്തൺ പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ ഇൻ്റർഫേസിങ്ങും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്കി സെമിനാറിൽ പലരും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് റാസ്ബെറി പൈ. ഈ അപ്ലിക്കേഷൻസ് ഓഫ് റാസ്ബെറി പൈ എന്ന് പറയുമ്പം നമ്മൾ ഒരു IoT ഡിവൈസ് ആയിട്ട് റാസ്ബെറി പൈയെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾ ഗേറ്റ് വേസ് കൂടി കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു ബിൽഡിംഗ് ബ്ലോക്ക്, അതായത് IoTയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഗേറ്റ് വേസ് ആണ്. അപ്പം ഈ റാസ്ബെറി പൈയിൽ നമുക്ക് എന്താ വെച്ചാൽ കേപ്പബിൾ ഓഫ് പ്രൊവൈഡിങ് ഗേറ്റ് വേസ് ആണ്. അതായത് നമുക്ക് ഈ റാസ്ബെറി പൈയിൽ നമ്മൾ ഗേറ്റ് വേസ് ആയിട്ടുള്ള ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ വൈഫൈ മൊഡ്യൂൾസ്, GSMs ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് റാസ്ബെറിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലിയാണ്. നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ അത് അൾട്ടർ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ പൈത്തൺ പ്രോഗ്രാമിങ്ങും കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ്. മീൻസ് നമുക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. യൂസർ ഫ്രണ്ട്ലിയാണ് സംഭവം. അപ്പം അങ്ങനെ ഈ ഗേറ്റ് വേസ് ഒക്കെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി നമുക്ക് ഒരു ഗൂഗിൾ ക്ലൗഡിലേക്ക് മെസ്സേജിങ് അല്ലെങ്കിൽ ഏതെങ്കിലും വെബ് സെർവറിലേക്കോ നമുക്ക് ഈ റാസ്ബെറി പൈ വെച്ചിട്ട് നമുക്ക് ഡാറ്റാസിനെ
എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഈ റാസ്ബെറി പൈനെ നമ്മൾ വ്യത്യസ്തമാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു IoT ഡിവൈസായിട്ട് നമ്മൾ റാസ്ബെറി പൈ വർക്ക് ചെയ്യുമ്പോൾ, ഒരു റാസ്ബെറി പൈനെ നമ്മളതിനെ മീൻസ് ഒരു IoT ഡിവൈസായിട്ട് യൂസ് ചെയ്യുമ്പം നമ്മൾ പറഞ്ഞു ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഗേറ്റ് വേസ് ഉണ്ട്, ആ ഗേറ്റ് വേസ് നമ്മളിതിൽ എനേബിൾ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുറേ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, കുറേ ഇൻ്റർഫേസിംഗ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി കുറേ കാര്യങ്ങൾ ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു IoT ഡിവൈസായിട്ട് റാസ്ബെറി പൈനെ കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെമിനാർ കൊണ്ട് ഞാൻ എടുക്കാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം റാസ്ബെറി പൈനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ വരുന്ന സെമിനാറിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം താങ്ക് യു ഫോർ ഹിയറിങ് ദിസ്.